കുറച്ചായിപ്പോൾ തുവക്കാട് മലയൊക്കെ ഒന്ന് കയറിയിട്ട്. ഇനി നമുക്ക് തുവക്കാട് മല ഒന്ന് കയറി നോക്കാം. ഈ മലയുടെ ഒരു ഭാഗത്ത്, അതായത് നമ്മൾ കയറുന്ന ഭാഗത്തായിട്ട് ഒരു പാർക്ക് വരുന്നതിൻ്റെ ഭാഗമായി കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ മല കയറുമ്പോൾ കുറച്ചെത്തിയാൽ പിന്നെ ഇങ്ങനെയുള്ള വഴികളാണുള്ളത്. ഇങ്ങോട്ട് നമ്മൾ കയറി മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മളാകെ ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇരിക്കാൻ വേണ്ടി പ്രകൃതി തന്നെ ഇവിടെ ഒരു കുറേ പാറക്കല്ലുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കല്ലാണ് ഏകദേശം എല്ലാവരുടെയും ഫേവറേറ്റ് സ്പോട്ട്. ഇവിടെ ഇരുന്നാൽ ഏകദേശം സ്ഥലങ്ങളൊക്കെ കാണപ്പെടുന്നു. ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ ചാലിയാർ പുഴ. അതിൻ്റെ ഒരു മനോഹരമായ ചിത്രം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പിൻ്റെ ഒരു മഹാലോകമാണ് ഇവിടെ എത്തിയാൽ. ചില ഭാഗത്തുള്ള മരങ്ങളാണ് ആ സ്ഥലത്തിന് കൂടുതൽ ഭംഗി നൽകുന്നത്. ഈ മരം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇത്ര ഒരു ഭംഗി തോന്നില്ലായിരുന്നു. തുവക്കാട് ഒരു കാലത്ത് നല്ല കൂടുതൽ അറിയപ്പെടാൻ കാരണം തന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ്. അങ്ങോട്ട് പോയി നോക്കാം. അത്ഭുതക്കിണർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തുവക്കാട് മലയുടെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അത്ഭുതക്കിണർ അവിടേക്ക് പോണ വഴിയാണ്, ഇടുങ്ങിയ വഴിയാണ്. ഒന്ന് പോയി നോക്കാം. ഇതാണ് ആ കിണർ. വെള്ളം കോരാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്ലീനാക്കിയതാണ്. കുറേ മുമ്പൊക്കെ ഇത്ര വൃത്തിയ കാട് കൂടി കിടക്കുന്നൊരു സ്ഥലമായിരുന്നു. പുറത്തുനിന്ന് നോക്കിയാൽ പേടി തോന്നുമെങ്കിൽ ഉള്ളിലേക്ക് കയറിയാൽ അത്യാവശ്യം നടക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. ചെറുപ്പകാലം ഓർമ്മിപ്പിക്കുന്ന പല കായ്ക്കനികളും പൂക്കളും ഇവിടെ കാണാം. ഇനിയും നാടുകളുടെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.